അറബിക്കടലിൽ തീപിടിച്ച കപ്പൽ കടലിൽ മുങ്ങാൻ സാധ്യത. കപ്പൽ ഒരു വശത്തേക്ക് ചരിയുകയാണ്. പ്രൊപ്പല്ലറിലേക്ക് കണ്ടെയ്നർ എത്താതിരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. 5 കപ്പലുകൾ കടലിൽ തുടരുകയാണ്. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട നാവികരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. പൊള്ളലേറ്റ ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. വിവരങ്ങളുമായി അനഘയും കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും ചേരുന്നു. അനഘയിലേക്ക് പോകാം. അനഘ, ഇപ്പോൾ എന്താണ് സാഹചര്യം? ഈ കപ്പൽ ചരിയാനുള്ള സാധ്യത, കടലിൽ മുങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലായി മനസ്സിലാക്കുന്നത്. വീണ, നിലവിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കപ്പൽ ഈ വലതു ഭാഗത്തേക്ക് ചരിയുന്നു എന്നതാണ്. അതായത് കപ്പൽ മുങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ കപ്പലിന് അടുത്തു നിന്ന് നമ്മൾ നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ ഈ കപ്പലിനോട്, ഈ വാൻഹായ് 503 എന്ന് പറയുന്ന ആ കപ്പലിനടുത്തുണ്ട്. ഇവിടെ നിന്ന് വെള്ളം ശക്തമായി പമ്പ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും തീ അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഒരു പക്ഷേ ഈ കപ്പൽ ഒരു ചെരിവ് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇന്നലെ മുതൽ ഈ രീതിയിൽ വെള്ളം ആ കപ്പലിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ കപ്പലിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയോ മറ്റൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം കപ്പൽ എന്തായാലും ഒരു ഭാഗത്തേക്ക് ചരിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. കപ്പൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കടലിൽ മുങ്ങുകയാണെങ്കിൽ അതിന് സാഹചര്യം മറ്റൊന്നിലേക്ക് പോകും. കാരണം സാധാരണ ഇതൊരു ചരക്ക് കപ്പലാണ്. 2000 ടണ്ണിലധികം ഇന്ധനം ഈ കപ്പലിലുണ്ട് എന്നതാണ്. മാത്രമല്ല 200 ടൺ ഡീസൽ ഈ കപ്പലിൽ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ഇന്ധന ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അതായത് നേരത്തെ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഡോണിയൽ വിമാനം പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കപ്പൽ വലതുവശത്തേക്ക് ചരിയുന്നുണ്ട് എന്നതാണ്. അതായത് ശക്തമായ കാറ്റ് ആ പ്രദേശത്തെ വീശുന്നുണ്ട്. ഈ കാറ്റിന് എതിർദിശയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കപ്പലിനെ തീയണക്കാനുള്ള ശ്രമം ഈ 5 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സാഗര സരണി, അതുപോലെ തന്നെ നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ അത്തരത്തിലുള്ള 5 കപ്പലുകളാണ് അവിടെയുള്ളത്. മാത്രമല്ല 2 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ കൂടി ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷെ അപ്പോഴും വെല്ലുവിളികൾ ഏറെയാണ് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾ ഒരു പരിധിവരെ മുഴുവനായും കത്തി നശിച്ചിട്ടുണ്ട്. തീ ആളിപ്പടരുകയാണ്. പക്ഷെ അപ്പോഴും തീയണയ്ക്കാനുള്ള അവസാന ശ്രമവും നടക്കുന്നുണ്ട് എന്നതാണ്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളിൽ നിന്നുകൊണ്ട് കൃത്യമായി വെള്ളം ആ ഭാഗത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. നേരത്തെ രാവിലെ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത വന്നത് ഈ കപ്പൽ സ്റ്റേബിളാണ്, കപ്പൽ അവിടെ നിന്ന് ചലിക്കുന്നില്ല എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അതിലും അപകടകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കപ്പൽ ചരിയുന്നു, അതായത് കപ്പൽ മുങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ കപ്പൽ മുങ്ങിയാൽ കപ്പലിനകത്ത് 650-ലധികം കണ്ടെയ്നറുകൾ ഉള്ള കപ്പലാണ്. അതിൽ 25ഓളം കപ്പലുകൾ മാത്രമാണ് കടലിൽ പതിച്ചിരിക്കുന്നത്. ബാക്കി കണ്ടെയ്നറുകൾ കപ്പലിനകത്ത് ഇപ്പോഴും അവശേഷിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കണ്ടെയ്നറുകൾ മുഴുവൻ കടലിലേക്ക് പതിക്കും. ഇതിനോടകം തന്നെ ഈ തീയണക്കൽ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കടലിലേക്ക് ഈ കപ്പലിനകത്ത് നിന്ന് കണ്ടെയ്നറുകൾ പതിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇപ്പോഴും അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. അതായത് നേരത്തെ ഒരു ഘട്ടത്തിൽ ഒരു ആശ്വാസകരമായ വാർത്ത വന്നിരുന്നു. അതായത് ഈ കപ്പലിനകത്തെ ഒരു ഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്ന് തന്നെയായിരുന്നു കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള പുറത്തുവിട്ടിരുന്ന വിവരം. പക്ഷേ അതിനുശേഷം പിന്നീട് ഡോണിയൽ വിമാനം ആ ഭാഗത്തേക്ക് പോവുകയും ഈ ദുരന്തത്തിന്റെ ഈ ആഘാതത്തിന്റെ ഒരു ചിത്രം അത് കൃത്യമായി പകർത്തുകയും ചെയ്തു. ആ ചിത്രമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ ചിത്രവും വീഡിയോവുമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് എത്രത്തോളം ദുരന്തത്തിന്റെ ആഘാതം ഉണ്ടാകും, എത്രത്തോളം അത് വ്യാപിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡോണിയൽ വിമാനം കൊച്ചിയിൽ നിന്ന് ഇന്ന് രാവിലെ ആ അപകടം നടന്ന വാൻഹായ് കപ്പലിനടുത്തേക്ക് പോവുകയും ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് കപ്പൽ വലതുവശത്തേക്ക് ചെരിയുന്നുണ്ട് എന്നതാണ്. അതായത് കപ്പലിൽ കണ്ടെയ്നറുകളുണ്ട്. ഈ സമയത്തും കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം കോസ്റ്റ് ഗാർഡിന്റെ സാഗര സരണി ഉൾപ്പെടെ മേഘ്ദൂത് ഉൾപ്പെടെ
5 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ അതിനുള്ള പരിശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആ ഭാഗത്ത് കാറ്റ്, അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്, മാത്രമല്ല പുക ഉയരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ അതിശക്തമായ കാറ്റ് വീശുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കടലിന്റെ ആവാസ വ്യവസ്ഥ അടക്കം ബാധിച്ചേക്കാവുന്ന അപകടകരമായ വസ്തുക്കളുള്ള കണ്ടെയ്നറുകളാണ് ഇതിൽ പലതും. അപ്പോൾ എങ്ങനെയാണ് ഈ കാറ്റിൽ ഇനി ബാക്കിയുള്ള കണ്ടെയ്നറുകളൊക്കെയും വീഴുമ്പോൾ അത് പ്രൊപ്പല്ലറിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇത് കടലിൽ ഒഴുകുന്നത്, ഈ തരത്തിൽ കാര്യങ്ങൾ ഇതിൻ്റെ സമാന്തരമായി കൂടി നോക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ അതൊക്കെ തടയുന്നതും നിയന്ത്രിക്കുന്നതും നോക്കുന്നതുമൊക്കെ ആരാണ്, ഏത് തരത്തിലാണ്? അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് ആ പ്രദേശത്തുള്ളത്. നിലവിൽ സാൽവേജ് മാസ്റ്റർ ഷിപ്പ് കൂടി ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാൽവേജ് ഈ കൊളംബിയൻ കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതാണ് ഈ സാൽവേജ് മാസ്റ്റർ ഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ എല്ലാ കപ്പൽ കമ്പനികൾക്കും ഇത്തരത്തിലൊരു ടീം ഉണ്ടാകും. കപ്പലിൽ എന്തെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ ഈ സാൽവേജ് ടീം അവിടെ എത്തും. അവർക്ക് മാത്രമാണ് ഈ കപ്പലിനെ കുറിച്ച് കൃത്യമായൊരു രൂപരേഖ ഉണ്ടാവുക. ഈ കണ്ടെയ്നറിനകത്ത് ഏതാണ് കപ്പലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ധാരണ ഈ സാൽവേജ് ടീമിനുണ്ടാകും. അങ്ങനെയാണ് നേരത്തെ തന്നെ ഈ കോസ്റ്റ് ഗാർഡ് പറഞ്ഞതനുസരിച്ച് ഈ സാൽവേജ് ടീമിനെ, അതായത് കൊളംബിയൻ കപ്പൽ കമ്പനിയെ അറിയിക്കുകയും ഈ സാൽവേജ് ടീം ആ ഭാഗത്തേക്ക് എത്തുകയും ഇപ്പോൾ ഈ സാൽവേജ് മാസ്റ്റർ ഷിപ്പ് കൂടി ഈ ഭാഗത്തേക്ക് ഈ വൻഹായ് കപ്പലിനടുത്തേക്ക്, തീപിടിച്ചിരിക്കുന്ന ഈ കപ്പലിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ സാൽവേജ് മാസ്റ്റർക്കായാലും മറ്റവിടെ എത്തിയിരിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് ആയാലും ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നത് ശക്തമായി ഉയരുന്ന പുകയാണ്. അത് വെറും പുകയല്ല, വിഷപ്പുകയാണ് ഉയരുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഈ കപ്പലിനകത്തൊക്കെ ഉള്ളത് ഈ വിഷവസ്തുക്കളാണ്. അതായത് ഈ വിഷവാതകങ്ങൾ പോലെ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യത്തിൽ എത്തിയിരിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തേണ്ടത്, അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. ഇന്നലെ 11 മണിക്ക് തുടങ്ങിയതാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം. ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. മറ്റൊന്ന്, അതായത് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്ത് ഈ കപ്പലുകൾക്ക് തീപിടുത്തമുണ്ടായിരുന്നു. അത് 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ്. അത് കരയിലെ പോലെയല്ല, കടലാണ്. ഈ കടലിലോളങ്ങളുണ്ട്, കാറ്റുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ അതിലൊക്കെ തന്നെ ഈ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും, അതായത് ഈ കപ്പലുകളും രാവിലെ മുതൽ തന്നെ ഇന്നലെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ ഈ തീയണയ്ക്കാനുള്ള ശ്രമം നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഇന്ന് രാവിലെയാണ് ഈ തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിൽ പ്രയോറിറ്റി നൽകിയിരുന്നത് ഈ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഒരു ഘട്ടത്തിൽ പോലും കരയിലേക്ക് എത്തരുത്, ഉൾക്കടലിലേക്ക് മാറ്റുക, അതിനുള്ള പ്രയോറിറ്റി ആയിരുന്നു നൽകിയിരുന്നത്. അത് കൃത്യമായി അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയാൽ കപ്പലിനെ ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഈ കണ്ടെയ്നറുകളെ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുക, അതായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. അതിനെ കൂടെ തന്നെ ഈ 4 അത് തന്നെയാണ് വീണ. ഓക്കെ, ശരി അനഘ. അതേസമയം ജിജീഷ് കൂടി ചേരുന്നുണ്ട്. ജിജീഷ്, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ പ്രശ്നമാകാവുന്ന തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിലുള്ളത്. ഈ കണ്ടെയ്നറുകൾ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിലുള്ള തീരത്തടിഞ്ഞേക്കാനുള്ള സാധ്യതയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര കണ്ടെയ്നറുകൾ ഉണ്ട്, ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു? ഈ രക്ഷപ്പെട്ട നാവികരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മാത്രമേ കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരികയുള്ളൂ. എങ്ങനെ തീപിടുത്തത്തിന് കാരണമായി, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കരയിൽ അന്വേഷണമായി നടക്കേണ്ടതുണ്ട്. ജിജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വലിയ ഒരു ആശങ്കയാകുന്നത്. അതിനിടയ്ക്ക് കപ്പൽ മുങ്ങുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ നേരത്തെ സമാനമായ മുമ്പുണ്ടായ കപ്പൽ അപകടത്തിന് അതേ രീതിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ രാസവസ്തുക്കൾ അടങ്ങിയ മാരകമായ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ കരയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തന്നെ പോകും എന്നത് തന്നെയാണ് പ്രധാനമായും ആശങ്കയുള്ളത്. കാരണം ഇന്ന് മാധ്യമങ്ങളോട് പ്രതിരോധ വക്താവ് അതിൽ പിള്ള അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് തന്നെ കാണാതായവർക്കുള്ള തെരച്ചിലും തീ അണയ്ക്കാനുള്ള ശ്രമവും
ഊർജിതമായി തന്നെ തുടരുന്നു എന്നാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് തീ അണക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും നാവികസേനയുടെ കപ്പലുകളും എല്ലാം തന്നെ ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെയാണ് കപ്പൽ മുങ്ങുന്നു എന്ന ഒരു വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ ഒരു ആരോഗ്യനില അത് ആശങ്കാജനകമായി തന്നെ തുടരുകയും ചെയ്യുന്നു. വിദഗ്ധർ ഇപ്പോൾ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തീരത്തേക്ക് കൊച്ചി തീരത്തേക്ക് അടക്കം കണ്ടെയ്നറുകൾ എത്താനുള്ള ഒരു സാധ്യതയാണ്. കൊച്ചി തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിക്കാം എന്ന് പറയുന്നു. കാരണം തൊട്ട് മുമ്പും ഇത്തരത്തിൽ തെക്കൻ തീരമേഖലകളിൽ കപ്പലപകടത്തിൽ ഇത്തരത്തിൽ എൽസ അപകടത്തിൽപ്പെട്ട സമയത്ത് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. മാരകമായ വസ്തുക്കൾ തന്നെയാണ് കപ്പലിൽ ഉള്ളത്. സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ളവ കപ്പലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിന്റെ ഒരു സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നത്. രാസപദാർത്ഥങ്ങളുടെ പൊട്ടിത്തെറിക്കുള്ള ഒരു സാധ്യത കൂടി വിദഗ്ധർ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം രാസവസ്തുക്കൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത നേരത്തെ കടലിൽ കലർന്ന് അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ഫോടനത്തിനുള്ള സാധ്യതകൾ ഓരോ ഭാഗത്തായി അല്ലെങ്കിൽ കണ്ടെയ്നറുകളിൽ നിന്ന് ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്നു. കാരണം ക്ലാസ് 3, ക്ലാസ് 4-1, ക്ലാസ് 4-2, ക്ലാസ് 6-1 വിഭാഗങ്ങളിലെ ചരക്കുകളാണ് കപ്പലിൽ ഉള്ളത് എന്നൊരു വിവരം ലഭിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കൾ മറ്റ് വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ രാസവസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് കപ്പലിൽ കയറ്റുന്നതും അത് അടയാളപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത്. ക്ലാസ് 4-3 അത് കത്തിപ്പിടിക്കുന്ന ദ്രാവകങ്ങളാണ്. അങ്ങനെ വേഗം കത്തിപ്പിടിക്കുന്ന ദ്രാവകങ്ങൾ ഈ കപ്പലിലുണ്ടായിരുന്നു. കണ്ടെയ്നറുകളിലെ ഉള്ളടക്കമായി ഉണ്ടായിരുന്നു എന്നത് തന്നെ ഒരു അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് പെയിന്റുകൾ പോലെയുള്ള എന്നിവയും ഇതിനോടൊപ്പം തന്നെയുണ്ട്. സൾഫർ, അലൂമിനിയം പൊടി, കൽക്കരി പൊടി എന്നിവയെല്ലാം തന്നെ ഈ കത്തിപ്പടരുന്ന ഖരപദാർത്ഥങ്ങളാണ്. ഇതെല്ലാം അതിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്.